അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വെയിറ്റ് ലോസ് വീഡിയോ ആയിട്ട് ഞാനിതാ വന്നിട്ടുണ്ട്. രാവിലെ എണീറ്റ് വീട്ടിലുള്ളവർക്ക് ദോശയാണോ ഇഡ്ഡലിയാണോ എന്താ വെച്ചാൽ അതെല്ലാം ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് കിടക്കാറ്. അതിൻ്റെ ഇടയിൽ ചില ദിവസങ്ങളിൽ വീട് ക്ലീനിങ്ങും എല്ലാം വിടും. കാരണം എനിക്ക് രാവിലെ ചായ അടിക്കേണ്ടത് 9:30-ക്കാണ്. കറക്റ്റ് 9:30 വീട്ടിലെ എല്ലാ പണികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ രാവിലെ വെറും വയറ്റിൽ ഇതാണ് കഴിക്കാറ്. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് അരച്ച് വയ്ക്കുകയാണ് ചെയ്യാറ്. ഇതിൽ കുറച്ച് അധികം തന്നെ നെല്ലിക്ക കുരു കഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലക്ക് ചീരയാണ് എടുത്തുള്ളത്. പിന്നെ അത്യാവശ്യം വലിയ 2 ക്യാരറ്റും ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തുള്ളത്. ഇതിലോട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ലപോലെ അരച്ചിട്ട് നല്ലൊരു അടപ്പുള്ള പാത്രത്തിൽ ഫ്രീസറിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യാറ്. ഇത് നമുക്ക് ഒരാഴ്ചത്തോളം ഉപയോഗിക്കാം കേട്ടോ, ഒരു കേടും ഉണ്ടാവില്ല. ഇതിന് 2 ടേബിൾ സ്പൂണ് ഇളം ചൂടുവെള്ളത്തിലോട്ട് ഇട്ടിട്ട് അതങ്ങനെ രാവിലെ കലക്കിയിട്ട് അത് കുടിക്കുകയാണ് ചെയ്യാറ്. ഇത് നമ്മൾ കുടിക്കുന്ന സമയം രാവിലെ ഒരു 9:30-ക്കാണ്. അത് കഴിഞ്ഞിട്ട് 9:45 ആകുമ്പോഴായിരിക്കും ഞാൻ രാവിലെ കഴിക്കണ രാവിലത്തെ ഭക്ഷണം എന്താ വെച്ചാൽ കഴിക്കുക. ഇന്ന് രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവക്കോടയിലോട്ട് ഇതുപോലെ നട്ട്സ് ഒക്കെ ചേർത്തിട്ട് ഒരു സലാഡ് പോലെ, സലാഡൊന്നും പറയാൻ പറ്റൂല, ഇങ്ങനെ നട്ട്സ് ഇതിലോട്ട് ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. കടലയും കൂടി ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. കടല എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയതും ഒരു മുട്ടയാണ് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും വൈകുന്നേരം ആകുമ്പോഴേക്ക് 2.5 ലിറ്റർ വെള്ളമെങ്കിൽ ഞാൻ എന്തായാലും കുടിക്കട്ടെ ഒരു ദിവസം. ഉച്ചക്കത്തെ ചോറിന് ഇന്ന് അയില വറുത്തതും പിന്നെ ചെറുപയർ മുളപ്പിച്ചതിലോട്ട് ക്യാരറ്റും സവാളയും തക്കാളിയും പച്ചമുളകും പിന്നെ നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാട്ടോ. ഞാൻ ചില ദിവസങ്ങളിൽ അതിൽ കുമ്പളങ്ങയൊക്കെ ചേർക്കാറുണ്ട്. അതുപോലെ വെണ്ടയ്ക്ക ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതൊരു ഓംലേറ്റ് പോലെയാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇന്ന് പിന്നെ ഇതിങ്ങനെ ചിക്കി പൊരിച്ച് നമ്മൾ മുട്ടയൊക്കെ ചിക്കി പൊരിക്കില്ലേ, അങ്ങനെ ചിക്കി പൊരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓംലേറ്റ് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്, കാണാനും ഭംഗിയാണ്. പക്ഷെ അത് മറിച്ചിടുമ്പോൾ എന്തായാലും പൊട്ടും. അപ്പോൾ ഇങ്ങനെ ചിക്കി പൊരിക്കണതായിരിക്കും നല്ലത്. അങ്ങനെ ചോറ് കഴിക്കണത് കറക്റ്റ് ഒരു 1:30 മണിയൊക്കെ ആവും. അരക്കയിൽ ചോറാണ് കഴിക്കുക. കൂടെ നല്ല കട്ട തൈര് എന്നും കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ കാന്താരി മുളക് ഉപ്പിലിട്ടത് അമ്മ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ, അതും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും ഇതന്നെയല്ല കഴിക്കുക. വീട്ടിൽ എന്താണോ ഉള്ളത് വെച്ചാൽ അത് കഴിക്കും. ഏറും ദിവസങ്ങളിൽ ഞാൻ ചീരയൊക്കെ ഉൾപ്പെടുത്താൻ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട്, ഈ ഉച്ചയ്ക്ക് ഈ അരക്കയിൽ ചോറ് കഴിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലോണം വിശക്കൂലേ, അപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ. അപ്പോൾ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഒരു പിടിയോ അല്ലെങ്കിൽ അരപ്പിടിയൊക്കെ കപ്പലണ്ടി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. അത് അത്ര നല്ലതൊന്നും അല്ല, പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെ ചില സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ കപ്പലണ്ടിയാണ് എടുത്തിട്ട് കഴിക്കാറ്. പിന്നെ രാത്രിയത്തെ ഭക്ഷണം കഴിക്കുന്നത് കറക്റ്റ് ഒരു 5 മണിക്കാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയുള്ളത് സാലഡായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ട പരിപാടിയാണ് നോക്കുന്നത്. മറ്റേ കുക്കുംബറും ക്യാരറ്റും പിന്നെ അനാറൊക്കെയാണ് എടുത്തുള്ളത്. അതുപോലെ ചെറുപയർ മുളപ്പിച്ചത് അതിലോട്ട് കൂടുതൽ ചേർക്കണത്. ചെറുപയർ മുളപ്പിച്ചിട്ട് നമ്മളത് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇച്ചിരി ഉപ്പിട്ടിട്ടാട്ടോ ആവി കയറ്റി എടുത്തുള്ളത്. കൂടെ അനാറും യോഗട്ടും പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ സാലഡ് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ചില സമയത്ത് ഇതിലോട്ട് ഞാൻ ആപ്പിളൊക്കെ ഇടാറുണ്ട്. പിന്നെ ഈ 5 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം രാവിലെ 9:30 വരെ ഒന്നും കഴിക്കാറില്ല കേട്ടോ. വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ. നമുക്ക് എത്ര വിശന്നാലും വെള്ളം മാത്രമാണ് കുടിക്കുക. അപ്പോൾ ആദ്യം ഒരാഴ്ചക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അതങ്ങോട്ട് ശീലമാവും. അപ്പോൾ വെയിറ്റ് ലോസിന് താല്പര്യമുള്ളവർ കൂടെ മറക്കണ്ട.